സോ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ സ്റ്റോർ ചാർജ്. അപ്പോൾ നമ്മളെ കയ്യിൽ രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സ് ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ എ ഫ്യൂ മില്ലിമീറ്റർ. എനിക്കിതിൽ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? പറ്റും, കാണിച്ചു തരാം. ഇതിലെങ്ങനെയാണ് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് ചാർജ് ചെയ്താലോ. ഒരു ബാറ്ററി എടുക്കുക, പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ ഈ ബാറ്ററി ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അറിയാമല്ലോ. ഇവിടെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ പ്ലസ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കുറേ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കുറേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുന്ന് കുറേ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ. ഇവിടുന്ന് കുറേ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ പ്ലേറ്റ് ഹൈലി പോസിറ്റീവായി മാറും. പോസിറ്റീവ് ടെർമിനലിൻ്റെ അടുത്ത് വെക്കുന്ന പ്ലേറ്റ് ഹൈലി പോസിറ്റീവായിരിക്കണമല്ലോ. അപ്പോൾ ഈ പ്ലേറ്റിൽ കുറേ പോസിറ്റീവ് ചാർജ് കയറും. പോസിറ്റീവ് ടെർമിനലാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ദ പ്ലേറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അതേസമയം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഈ പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തപ്പോൾ ദിസ് പ്ലേറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഇത് പെട്ടെന്ന് ക്വിക്കാണ്. ഈ ബാറ്ററി കണക്ട് ചെയ്യുന്നത് വിത്തിൻ മില്ലി സെക്കൻഡ്സ് ദിസ് ഹാപ്പൻസ്. ഇവിടെ കുറേ പോസിറ്റീവും ഇവിടെ കുറേ നെഗറ്റീവും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സ്റ്റോറായിരിക്കുകയാണ് കേട്ടോ. ചാർജ് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സപ്പോസ് ഇവിടെ പ്ലസ് ക്യൂ ചാർജാണ് ഇവിടെ ഉള്ളതെങ്കിൽ അത്രയും തന്നെ മൈനസ് ക്യൂ ചാർജ് ഈ പ്ലേറ്റിലും കാണും. ഇനി ഞാൻ ബാറ്ററി പതുക്കെ അവിടെ നിന്ന് മാറ്റാണ്. ബാറ്ററി ഞാൻ അവിടെ നിന്ന് പതുക്കെ മാറ്റാണ്. ഈ പോസിറ്റീവ് ചാർജിന് എങ്ങോട്ട് പോവും? ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോയിട്ട് എങ്ങോട്ട് പോകാനാ? റൂട്ടില്ല. ഈ പോസിറ്റീവ് ചാർജ് അവിടെ തന്നെ സ്റ്റേ ചെയ്യും. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് നിയറസ്റ്റ് ടു നെഗറ്റീവ് ചാർജ്. ഈ നെഗറ്റീവ് ചാർജിൻ്റെ തൊട്ടടുത്ത് നല്ല ഹൈ അട്രാക്റ്റീവ് ഫോഴ്സിലിരിക്കുക ഇവർ രണ്ടുപേരും. ഈ പ്ലസും മൈനസും നല്ല ഹൈ അട്രാക്റ്റീവ് ഫോഴ്സിലിരിക്കുന്ന ആൾക്കാർ ഈ ബാറ്ററി പോയി കഴിഞ്ഞാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതവിടെ തന്നെ നിൽക്കും. അട്രാക്റ്റീവ് ഫോഴ്സിലിരിക്കുന്നത് കൊണ്ട് ഈ പ്ലസ് മൂവ് ചെയ്ത് വേറെ വഴിക്കൊന്നും പോകാൻ പോണില്ല, ഇതവിടെ തന്നെ സ്റ്റേ ചെയ്യും. സോ we can remove the battery, the positive and minus will be there in the plate. ആ പ്ലേറ്റിൽ അവിടെ തന്നെ കിടക്കും. നമ്മൾ കൈ കൊണ്ട് അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ സ്റ്റോർ ചാർജ്. നമ്മളെ സിലബസിൽ പഠിക്കാനുള്ള കപ്പാസിറ്റർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. രണ്ട് മെറ്റാലിക് ഷീറ്റ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ബാറ്ററി വെച്ച് കണക്ട് ചെയ്യേണ്ടി വരും. ഇനീഷ്യലി ഇത് ചാർജ് ചെയ്യാനായിട്ട് ഒരു ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് എല്ലാം ഇവിടെ വരും. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവ്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഇവിടേക്കാണെങ്കിൽ ഇവിടെ എല്ലാം നെഗറ്റീവ്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്താലും ഇവ തമ്മിലുള്ള ഭയങ്കര ഹൈ അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഏതാനും മില്ലിമീറ്ററിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. ഹൈ അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് ഈ പോസിറ്റീവ് പ്ലേറ്റ് ചാർജ് വേറെ വഴിക്കൊന്നും പോകാൻ പോണില്ല, അവിടെ തന്നെ സ്റ്റേ ചെയ്യും. ഇവിടെ പ്ലസ് ക്യൂ ആണെങ്കിൽ ഇവിടെ മൈനസ് ക്യൂ ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു റഫായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, സോ ദിസ് ഈസ് സെഡ് ടു ബി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ടൈപ്പ് ഓഫ്? വേറെ ഷേപ്പിലൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് സെഡ് ടു ബി പാരലൽ പ്ലേറ്റ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതിൻ്റെ ഡെറിവേഷൻ സിലബസിൽ ഇല്ല, ചോദിക്കില്ല. പഴയ സിലബസിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ദ പ്ലേറ്റ്സ് ആർ ചാർജ് ദർ വിൽ ബി പൊട്ടൻഷ്യൽ ഇറ്റ് ആക്ട് ലൈക്ക് എ ബാറ്ററി. അങ്ങനെ തന്നെ കരുതിക്കോ. വൺസ് ദ പ്ലേറ്റ്സ് ആർ ചാർജ് ദിസ് ആക്ട് ലൈക്ക് എ ബാറ്ററി. ഞാൻ എന്തെങ്കിലും വല്ല ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് കത്തും. ആക്ട് ലൈക്ക് എ ബാറ്ററി. അണ്ടർസ്റ്റുഡ്? സിമിലർ ടു ബാറ്ററി തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റിനിടയ്ക്ക് ആരുണ്ടാവും? ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വോൾട്ടേജ് എന്നും പറയും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്, കുറേ ടേമുകൾ വരുന്നുണ്ട് കേട്ടോ. വി ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെരിമെൻ്റലി വി ക്യാൻ പ്രൂവ് ദാറ്റ്. എക്സ്പെരിമെൻ്റലി കേട്ടോ. The more charge stored implies more potential difference. ഇവിടെ ഒരുപാട് ചാർജാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നാച്ചുറലി ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് ഭയങ്കര കൂടുതലായിരിക്കും.
സ്വല്പം ചാർജ് ഉള്ളെങ്കിൽ ചെറിയ വോൾട്ടേജ്, നല്ലൊരു ചാർജാണ് സ്റ്റോർ ചെയ്തിരിക്കണമെങ്കിൽ നല്ല വോൾട്ടേജ് ഉണ്ടാവും. സിമ്പിൾ അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് പ്രൂഫൊന്നും വേണ്ട. എക്സ്പെരിമെൻ്റലി വി ക്യാൻ പ്രൂവ് ദാറ്റ് Q ഈസ് പ്രൊപ്പോർഷണൽ ടു V. ദ മോർ ചാർജ് സ്റ്റോർഡ് ദ മോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അതാണ് ഉദ്ദേശിക്കുന്നത്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം. V ഈസ് വാട്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. Q ഡബിൾ ആക്കി കഴിഞ്ഞാൽ V ഡബിൾ ആവും എന്നുള്ള രീതിയിൽ. അപ്പോൾ അറിയാമല്ലോ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റൻറ്റ് എഴുതണം. അതങ്ങനെയാണല്ലോ. എ കോൺസ്റ്റൻറ്റ്, ഞാൻ സ്റ്റെപ്പൊക്കെ എഴുതി തന്നെ ചെയ്യണുള്ളൂ. എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു V. ദാറ്റ് കോൺസ്റ്റൻറ്റ്, ഈ കോൺസ്റ്റൻറ്റ് നമ്മളൊരു പേര് പറയും. ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് സെഡ് ടു ബി കപ്പാസിറ്റൻസ്. ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് സെഡ് ടു ബി കപ്പാസിറ്റൻസ്. ഡിനോട്ട് ബൈ ദ ലെറ്റർ C. അതൊരു ഫിക്സഡ് നമ്പറാണ് കേട്ടോ. കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണല്ലോ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ കിട്ടും. Q ഈക്വൽ ടു C ഇൻറ്റു V. ഇത് നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ആക്കണം. ഇതിൻ്റെ അവസാനം വരെ ഇത് ആവശ്യം വരും. Q ഈക്വൽ ടു CV. Q എന്ന് പറഞ്ഞാൽ ചാർജ് ഓൺ ദ പ്ലേറ്റ്. V ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓർ വോൾട്ടേജ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫിക്സഡ് നമ്പർ. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ, ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്ലേറ്റ് പല പല ഏരിയയിലുള്ള പ്ലേറ്റ് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഈ രണ്ട് പ്ലേറ്റിന് ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഗ്യാപ്പ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാളും കൂടിയുണ്ട്, ദ മീഡിയം. നമുക്കിതിനിടയ്ക്ക് എയർ തന്നെ ആവണമെന്നില്ല. ഇതിനിടയ്ക്ക് നമുക്ക് എയർ തന്നെ ആവണമെന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ദ മീഡിയം അതെന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഈ മൂന്നാൾക്കാരും ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ദ കപ്പാസിറ്റൻസ് റിമെയിൻസ് സെയിം, ഡസ് നോട്ട് വേരി. പ്ലേറ്റ് ഏരിയ മാറ്റിക്കഴിഞ്ഞാൽ ആ നിമിഷം കപ്പാസിറ്റൻസ് മാറും. Q ഈക്വൽ ടു CV. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. Q ഹാസ് ദ യൂണിറ്റ് കൂളം. Q ഈസ് ദ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. പിന്നെ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ പുതിയൊരു ടേം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനൊരു യൂണിറ്റ് വേണ്ടേ? നമുക്ക് വേണമെങ്കിൽ ഇത് അറേഞ്ച് ചെയ്തിട്ട് കൂളം പെർ വോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം, നോ പ്രോബ്ലം അല്ലേ? ആസ് പെർ ദിസ് ഫോർമുല ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് വിൽ ബി കൂളം പെർ വോൾട്ട്. അങ്ങനെ പറയാനൊരു സുഖമില്ലാത്തതുകൊണ്ട്, ഭംഗിയില്ല അല്ലേ? കൂളം പെർ വോൾട്ട് എന്ന് പറയാത്ര ഭംഗിയില്ലാത്തത് കൊണ്ട് വി ഡിഫൈൻ അനദർ യൂണിറ്റ്, ഫാരഡ്. The unit of capacitance is farad. It is a fixed number. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഫാരഡ് എന്നാണ് പറയുക. F ഡിനോട്ടഡ് ബൈ F. ഈ ഫാരഡ് എന്ന് പറഞ്ഞാൽ 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ വളരെ ചെറിയ യൂണിറ്റായ മൈക്രോ ഫാരഡ്, മില്ലി ഫാരഡ്, നാനോ ഫാരഡ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് തരും. ഓക്കെ, ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. കഴിഞ്ഞല്ലോ അല്ലേ? ലിസൺ ഫോർമുല ഓഫ് ഫൈൻഡിങ് കപ്പാസിറ്റൻസ്. ഫൈൻഡിങ് C. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഡെറിവേഷൻ വേണ്ട. രണ്ട് കേസസ് ഉണ്ട്. കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ മീഡിയം between the plates is vacuum or air. എയറിനെ നമുക്ക് വാക്യൂം ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാമല്ലോ. ഡെറിവേഷൻ ഇല്ല കേട്ടോ, ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ഇഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് വാക്യൂം ഓർ എയർ. അപ്പോൾ രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്, ഇതിനിടയ്ക്ക് എന്താണ്? എയർ ആണുള്ളത്.
നമ്മളിത് ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് പോസിറ്റീവും മറ്റേ പ്ലേറ്റ് മൈനസും ആണ്. പ്ലസ് ക്യൂ, ദിസ് വിൽ ബി മൈനസ് ക്യൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, അതൊക്കെ നമുക്കറിയാം. ദ കപ്പാസിറ്റൻസ് ഈസ് എ ഫിക്സഡ് നമ്പർ റെപ്രസെൻറ്റിംഗ് ദിസ് പാരലൽ പ്ലേറ്റ്സ്. ഫോർമുല ബൈ ഹാർട്ടാക എപ്സിലോൺ 0 A/d. ഓരോ ടേമും എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എപ്സിലോൺ 0 A/d. അതിൽ ആ എപ്സിലോൺ 0 നമ്മൾ പഠിച്ചതാണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് നമ്മൾ ആ കൂളംസ് ലോയിൽ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നതാണ്, എങ്കിൽ പഠിച്ചു വെച്ചോ. യൂണിറ്റ് ഒന്നും എഴുതണില്ല. എപ്സിലോൺ 0 8 അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ദിസ് ഈസ് ഇഫ് ദ മീഡിയം ഈസ് എയർ. റിമെമ്പർ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് ഏരിയ. ഈ പ്ലേറ്റിൻ്റെ ഏരിയ, ഒരു സിംഗിൾ പ്ലേറ്റിന് ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഇതാണ് രണ്ട് കേസായിട്ട് തന്നെ പഠിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് എയർ ഓർ വാക്യൂം, ദ കപ്പാസിറ്റൻസ് സി ഈക്വൽ ടു എപ്സിലോൺ 0 A/d. ഈ കപ്പാസിറ്റൻസ് കണ്ടുകൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കാണാൻ പറ്റും. ആ പ്ലേറ്റിൽ എത്ര ചാർജ് കയറിയിട്ടുണ്ടെന്ന് അറിയാം. വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാനുള്ള ഡിവൈസൊക്കെ നമ്മളെ കയ്യിലുണ്ടല്ലോ, വോൾട്ട് മീറ്റർ. ഇതിനിടയ്ക്കുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള ഡിവൈസൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ സി എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹൗ മച്ച് ചാർജ് ഈസ് അവൈലബിൾ ഓൺ ദ പ്ലേറ്റ്സ്. അപ്പോൾ ക്യൂ ഈക്വൽ ടു സി വി ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, കേസ് 2. അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. കേസ് 2 അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. കേസ് 2, ഇഫ് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഹെഡിങ്ങിന് വേണ്ടി എഴുതിയതാണ്. ഇഫ് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, എന്താണ് ഡൈഇലക്ട്രിക് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് ഇൻസേർട്ടഡ്. If the dielectric material is inserted between the plates. പറയുന്നതോടൊപ്പം തന്നെ എഴുതാമല്ലോ അല്ലേ. നമ്മൾ വാക്യൂം ആക്കുന്നില്ല, അതിനിടയ്ക്ക് വല്ല പേപ്പറോ കാർഡ്ബോർഡോ അല്ലെങ്കിൽ മൈക്ക ഷീറ്റ് അങ്ങനെ അതുപോലത്തെ എന്തെങ്കിലും, പ്ലാസ്റ്റിക് ഒന്നല്ല, മൈക്ക ഷീറ്റ്, പേപ്പർ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ഞാൻ ഇൻസേർട്ട് ചെയ്യാണ്. അതെന്താ മൈക്ക ഷീറ്റ് അല്ലെങ്കിൽ പേപ്പറിന് എന്തെങ്കിലും വല്ല പ്രത്യേകതയുണ്ടോ? യെസ്, പ്രത്യേകതയുണ്ട്, പറഞ്ഞുതരാം. What do you mean by dielectric material? I will explain that. Listen. Dielectric material എന്ന് പറഞ്ഞാൽ എന്താ സംഭവം പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോൾ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പാസിറ്ററാണ്. ഇതിനിടയ്ക്ക് ആരാ ഉള്ളത്? There is a dielectric material. There is a dielectric material like mica sheet or paper, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ the more charge can be stored. എന്തിനാണ് ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിൽ നേരത്തെ ഉണ്ടായിരുന്നതിന് ചിലപ്പോൾ 10 ഇരട്ടി ചാർജ് വരെ ഇതിൽ കയറും. നേരത്തെ പരമാവധി കയറുന്ന ചാർജിൻ്റെ ചിലപ്പോൾ 50 ഇരട്ടി വരെ കയറും, ഡിപ്പെൻഡിങ് ഓൺ ദ മീഡിയം മെറ്റീരിയൽ ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. വാട്ട് യു മീൻ ബൈ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ? ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇത് ഇവിടെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആർ ദ ഇൻസുലേറ്റേഴ്സ്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ആർ ഇൻസുലേറ്റേഴ്സ്. ഇപ്പോൾ പേപ്പർ ഇൻസുലേറ്റർ അല്ലേ. മൈക്ക എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്, അത് ഇൻസുലേറ്ററാണ്. അപ്പോൾ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ആർ ഇൻസുലേറ്റേഴ്സ് ബട്ട് ഇറ്റ് വിൽ ബി പോളറൈസ്ഡ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പോളറൈസ്ഡ് ആ ടേം തന്നെ ഉപയോഗിക്കണേ, അതുകൊണ്ടാണ്. It will be polarized. It will be polarized if placed in a electric field. Polarized എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, ഇപ്പോൾ വാട്ടർ മോളിക്യൂളായാലും എന്തെങ്കിലും മോളിക്യൂളായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡിൽ പ്ലസ്സും മറ്റേ എൻഡിൽ മൈനസൊക്കെയാണ് ആയിരുന്നു വിചാരിക്കുക. ഇങ്ങനെയൊക്കെയാണ്. ഇത് വരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ഒരു റാൻഡം ഓർഡറിൽ എന്തെങ്കിലും മോളിക്യൂളാണ്, ഇതൊക്കെ മോളിക്യൂൾസാണ്. ഇങ്ങനെ പല ഓറിയൻറ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്.
ഇവർ ദേ ആർ ഇൻസുലേറ്റർ. അതിൻ്റെ മോളിക്യൂൾസുകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതിനെന്തെങ്കിലും ഡൈപോൾ മൊമെൻ്റ് ഉണ്ടെന്ന് കരുത്. ഒരു എൻഡിലൊരു പോസിറ്റീവ് ചാർജും മറ്റേ എൻഡിൽ മൈനസ് ചാർജും ഉണ്ട്. ഇതൊരു സിംഗിൾ മോളിക്യൂളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ നല്ലൊരു എക്സാമ്പിളാണ്. ഇത് പേപ്പറിൻ്റെ മോളിക്യൂൾസുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ള റീജിയനിൽ വെച്ച്, അതായത് ഇവിടെ കുറേ ചാർജസിൻ്റെ പ്രസൻസ് കൊണ്ട് ദർ ഇസ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇതിലുണ്ട് ഉള്ള റീജിയനിലാണ് ഇവരിയ്ക്കുന്നതെങ്കിൽ ഇവരെ ഓറിയൻറ്റേഷൻ മാറും. തോന്നുന്ന ഓർഡറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന ആൾക്കാർ ഇതൊന്ന് റീഓറിയൻറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഓറിയൻറ്റേഷൻ മാറും. നമ്മളതിനെ പറയുന്ന പേര് പോളറൈസേഷൻ എന്നാണ്. ഇറ്റ് വിൽ ബി പോളറൈസ്ഡ്. എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലോട്ടാണെങ്കിൽ ഈ മോളിക്യൂളിൻ്റെ പോസിറ്റീവ് ചാർജിന് റൈറ്റ് സൈഡിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതാണല്ലോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പോസിറ്റീവ് ചാർജിന് യൂണിറ്റ് ചാർജിന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണല്ലോ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് റൈറ്റ് സൈഡിലോട്ട് റീഓറിയൻറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ പല ആംഗിളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പം എങ്ങനെയാണ് കണ്ടില്ലേ, പോളറൈസ്ഡ് എന്നാണ് പറയുക. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, എല്ലാവരും ഇല്ല. ഇതിനുള്ള കഴിവ് പല മെറ്റീരിയലിനും പലതായിരിക്കും. അപ്പോൾ എന്താണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഇൻസുലേറ്റേഴ്സ്. അതിൽ കൂടി കറണ്ട് പാസ് ചെയ്യില്ല. കറണ്ട് പാസ് ചെയ്യില്ല. പക്ഷേ ഇറ്റ് വിൽ ബി പോളറൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൻ്റെ മോളിക്യൂൾസിലുള്ള പോസിറ്റീവ് എൻഡ് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്തിരിക്കും. നെഗറ്റീവ് ചാർജുള്ള റീജിയൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കും. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയുണ്ടായിരുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ കണ്ടില്ലേ, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ റീഓറിയൻറ്റ് ചെയ്യും. നമ്മളതിനെ പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ്. പേപ്പർ ഇങ്ങനെയാണ്. അപ്പോൾ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ മോർ ചാർജ് ക്യാൻ ബി സ്റ്റോർഡ്. കൂടുതൽ ചാർജ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നാണ്. കപ്പാസിറ്റൻസ് കൂട്ടാം. കപ്പാസിറ്റി എന്നുള്ള രീതി അതിൽ നിന്ന് വരുന്ന വേർഡാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് സ്റ്റോറിങ് കപ്പാസിറ്റി. മോർ കപ്പാസിറ്റൻസ് മീൻസ് മോർ ചാർജ് ക്യാൻ ബി സ്റ്റോർഡ്. ലെസ് കപ്പാസിറ്റൻസ് മീൻസ് ലെസ് എമൗണ്ട് ഓഫ് ചാർജ് ക്യാൻ ബി സ്റ്റോർഡ്. അപ്പോൾ കപ്പാസിറ്റൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ബൈ ഇൻസേർട്ടിങ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ ഫോർമുലയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നമ്മളൊന്നും ഇല്ല, എം ടി ആണ്. ഈ രണ്ട് പ്ലേറ്റിനിടയ്ക്ക് എം ടി ആണെങ്കിൽ നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്ന ലെറ്റർ C0 എന്നാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ എഴുതണമെന്ന്. C0 എന്ന് എഴുതുന്നത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. C0 എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇഫ് നത്തിങ് ഇൻസേർട്ടഡ്. C0 എന്ന് പറഞ്ഞാൽ എം ടി ആണ്, ഇതിനിടയ്ക്ക് ഒന്നും വെച്ചിട്ടില്ല. സി എന്ന് എഴുതിയാലും മതി. ഞാൻ തൽക്കാലം ഇങ്ങനെ ഒന്ന് എഴുതിയേക്കട്ടെ. സോ ഇപ്പം ഞാൻ പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, എം ടി ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസി C0 = ε0 A/d. അതേ പ്ലേറ്റിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്തു. ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന കപ്പാസിറ്റൻസിൻ്റെ എത്രയോ ടൈംസ്, മേ ബി 25 times or 30 times, എത്രയോ ടൈംസ് കൂടും. എത്ര ടൈംസ് കൂടും എന്നുള്ളതിന് ഞാൻ K എന്ന് ഡിനോട്ട് ചെയ്യുന്നു. വേർ K is a constant called depends on the nature of the material inserted, called dielectric constant. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർമുല മറക്കരുത്. Look at this question. The textbook 2.5. okay, കൂടുതലും പ്ലേറ്റ് കപ്പാസിറ്റർ തന്നെയാണ് ക്വസ്റ്റ്യൻ. വായിക്കാം. A parallel plate capacitor with air between the plates has capacitance 8 picofarad. 1 farad is very large unit. നമ്മൾ പൈക്കോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക. പൈക്കോ ഒന്ന് ബൈ ഹാർട്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കും. പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്. മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. മില്ലി ഒന്നും വരില്ല ഇവിടെ. എങ്കിലും മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6. നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻9. പിന്നെ വരുന്നതാണ് പൈക്കോ. 3യുടെ ഡിഫറൻസിൽ വരാണ് 10⁻⁻12. ഫെംറ്റോ അതിവിടെ വരുന്നില്ല. അത് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രോട്ടോണിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ പറയുമ്പോഴാണ് ഫെംറ്റോ പറയുന്നത്. 10⁻⁻15 ആണ് മീറ്റർ. ഓക്കെ, അത്രയും, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഫെംറ്റോയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, പൈക്കോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നോ, വെറുതെ എക്സാമിനൊന്നും അവരിത് പറയൊന്നുമില്ല കേട്ടോ. പൈക്കോ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നൊന്നും പറയൊന്നുമില്ല, മറന്നോണ്ട ഇനി. സോ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഹാസ് എ കപ്പാസിറ്റൻസ് 8 picofarad. What will be the capacitance if the distance between the plates is reduced by half and the space between them is filled with a substance of dielectric constant 6? അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണുള്ളത്. ഇതിനിടയ്ക്കുള്ള മീഡിയം എയർ ആണ്. ഇതിൻ്റെ കപ്പാസിറ്റൻസ് C0 എന്ന് എഴുതാം, കൺഫ്യൂഷൻ ഇല്ലല്ലോ. C0 എന്ന് പറഞ്ഞാൽ empty ആണ്, രണ്ട് പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല. നമുക്കത് തന്നിട്ടുണ്ട് 8 picofarad. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഇതിൻ്റെ പ്ലേറ്റിൻ്റെ ഏരിയ അറിയില്ല, നമുക്ക് തൽക്കാലം ഏതെന്ന് അസ്യൂം ചെയ്യാം, പ്ലേറ്റിൻ്റെ ഏരിയ. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയില്ല, നമുക്ക് വല്ല D ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ C0 എന്ന് പറഞ്ഞാൽ 8 picofarad ആണ്. ഈ പ്ലേറ്റ് നമ്മൾ ഇതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താണ്, ജോമെട്രിക്കലി ഞാൻ ഒരു കുറച്ച് മോഡിഫിക്കേഷൻ വരുത്താണ്. വാട്ട് വിൽ ബി ദ കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ്? നമ്മൾ ഡിസ്റ്റൻസ് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ, ഡിസ്റ്റൻസ് മാറ്റുകയാണ്. ഓക്കെ, ഈ C0ൻ്റെ ഫോർമുല ഒന്ന് എഴുതിയേക്കാം അല്ലേ നമുക്ക്. C0ൻ്റെ ഫോർമുല എന്തെന്ന് നമ്മൾ പഠിച്ചത് ε0a/d അല്ലേ. ഫോർമുല എഴുതിയെന്ന് വെച്ചാൽ നഷ്ടമില്ലല്ലോ. C0ൻ്റെ ഫോർമുല ε0a/d ആണ്, അത് 8 picofarad ആണ്. Let us write the formula of C0. ഓക്കെ, ε0a/d 8 picofarad ആണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഞാനിനി ഏരിയ മാറ്റാണ്. വി ആർ ചേഞ്ചിങ് ഏരിയ. ഏരിയ ആണോ മാറ്റുന്നത്? അല്ല, ഏരിയ അല്ല മാറ്റുന്നത്. വാട്ട് വിൽ ബി ദ കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് D' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ D/2. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഡിയുടെ പകുതി അടുപ്പിച്ചു, കുറച്ചുകൂടി അടുപ്പിച്ചു. Now distance between the plates changed. D' equal to D/2. The space between them filled with a capacitance substance of dielectric constant 6. ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്, വിത്ത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 6 ഇൻസേർട്ട് ചെയ്തു. വാട്ട് ഈസ് എ ന്യൂ കപ്പാസിറ്റൻസ്? ഇതാണ് ക്വസ്റ്റ്യൻ. നേരെ ഫോർമുല അങ്ങോട്ട് എഴുതിക്കോ. K times ε0a/d അല്ല, D'. ഇവിടെ ഡിസ്റ്റൻസ് അല്ലേ, നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തിയപ്പോൾ ഡിസ്റ്റൻസ് D അല്ലല്ലോ, D' ആണ്. D' എന്ന് പറഞ്ഞാൽ D/2. അപ്പോൾ ഞാൻ ഫോർമുല എഴുതിയതാ, ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്തു. K ആണ്. അപ്പോൾ K × ε0a/d ആണ് ഫോർമുല. D' ആണ് ഇപ്പോൾ ഡിസ്റ്റൻസ്. ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അതിൽ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് 6. ഈസി ക്വസ്റ്റ്യൻ അത്. ε0a/d D' എന്ന് പറഞ്ഞാൽ D/2 ആണ്. by2 അറിയാമല്ലോ, മുകളിലോട്ട് പോവും. by2 മുകളിലോട്ട് പോവും. അപ്പോൾ ഇത് 6 × 2 × ε0a/d എന്നാവും. 6 × 2 × ε0a/d. 12 എന്തെന്നാ ഈ ε0a/d? ε0a/d എന്ന് പറഞ്ഞാൽ 8 picofarad. 8 picofarad ആണ്. ഇപ്പോൾ ദ ന്യൂ കപ്പാസിറ്റൻസ് വിൽ ബി 96 picofarad ആണ് ആൻസർ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2.8. In a parallel plate capacitor with the air between the plates, each plate has an area 6 × 10⁻³ meter square and the distance between the plates is 3 mm.
Calculate the capacitance of the capacitor. If this capacitor is connected to 100 volt supply, what is the charge on each plate of the capacitor? 2.9 ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് 2.8 നോക്കാം. 2.8 എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ലിസൺ, എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. 2.8 ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 2.8 ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട് എൻ്റെ കയ്യിൽ. വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. With the air between the plates, each plate has the area 6 into 10 raised to minus 3 meter square. And the distance between the plates d equal to 3 mm. യൂണിറ്റ് ഒക്കെ കറക്റ്റാക്കി വെച്ചേക്കണേ. മില്ലി കുറച്ച് നേരത്തെ പറഞ്ഞോളൂല്ലോ. മില്ലി എന്ന് പറഞ്ഞാൽ 10 raised to minus 3 millimeter. 3 into 10 raised to minus 3 meter. ചെയ്തില്ല, തെറ്റും കംപ്ലീറ്റ്. കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റൻസ്. C0 empty, ഇതിനിടയ്ക്ക് എയർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് us യൂസ് C0. ദ കപ്പാസിറ്റൻസ്, ദ മീഡിയം, ഇതിനിടയ്ക്ക് എയർ ആണ്. C0 കാണാനുള്ള ഫോർമുല എന്താ നമ്മൾ പഠിച്ചത്? എപ്സിലോൺ 0 A/d അല്ലേ? എപ്സിലോൺ 0 A/d അല്ലേ കപ്പാസിറ്റൻസ്. അപ്പോൾ ആദ്യം C0 കാണാം. സീന്ന് എഴുതാം, ഞാനിപ്പോൾ C0 എന്ന് എഴുതിയേക്കട്ടെ. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ 8.85 into 10 raised to minus 12. എ എന്ന് പറഞ്ഞ ഏരിയ 6 into 10 raised to minus 3. ഡി എന്ന് പറഞ്ഞാൽ 3 into 10 raised to minus 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 raised to minus 3 ക്യാൻസൽ. 3 6 വെട്ടിപ്പോയിട്ട് 2 വന്നു. അപ്പോൾ 8.8 into 2, ഒരു മിനിറ്റ് കേട്ടോ. 8.8 into 2 എത്രയാണെന്ന് നോക്കട്ടെ. 8.8 into 2 ചെയ്ത് കഴിഞ്ഞാൽ 17.6. The capacitance C0 will be 17.6 into 10 raised to minus 12 farad. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ല. വാട്ട് ഈസ് ദ ചാർജ് ഓൺ ദ പ്ലേറ്റ്? ഈ പ്ലേറ്റിൽ ആര് കയറി വരും? ഇതിനകത്ത് എത്രയോ ചാർജ് ഉണ്ട്. നമ്മളിത് 100 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്തിരിക്കുക. ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. നമ്മളിത് ചാർജ് ചെയ്തത് 100 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ്. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്തത് എങ്ങനെയാണ്? 100 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എത്ര ബാറ്ററിയാണോ ഉപയോഗിച്ചത് അത്രയും വോൾട്ടേജാണ് ഇതിന് എക്രോസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓർത്ത് വെച്ചോട്ടോ. നമ്മൾ എത്ര വോൾട്ടേജിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ടാണോ ചാർജ് ചെയ്തത്, ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ അത്രയും വോൾട്ടായിരിക്കും പ്ലേറ്റിനിടയ്ക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. 200 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചാർജ് ചെയ്യുമെങ്കിൽ ചാർജ് ആയിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ 200 വോൾട്ട് ആയിരിക്കും പ്ലേറ്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ 100 വോൾട്ടാണ് ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്കിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് അവൈലബിൾ ഓൺ ദ പ്ലേറ്റ്? ഈ പ്ലേറ്റിൽ എത്ര ചാർജ് കാണും അതാണ് നമുക്ക് അതിന് ശേഷം കാണേണ്ടത്. Q = CV എന്നാണ് നമ്മളെ ഫോർമുല. സി എന്ന് പറഞ്ഞാൽ ഇവിടെ C0 എന്ന് എഴുതിക്കോട്ടെ ഞാൻ. Q = CV മറക്കണ്ട. ചാർജ് കപ്പാസിറ്ററിൽ കയറിയിട്ടുള്ള ചാർജ് കാണാനുള്ള ഫോർമുല CV ആണ്. CV. അപ്പോൾ CV മറന്നുപോലെ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.6 into 10 raised to minus 12. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വോൾട്ടാണ്. ഓർ 10 സ്ക്വയർ ആണ്. 10 സ്ക്വയർ 100. അപ്പോൾ Q = 17.6 into 10 raised to. പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. -10 കൂളം. ഇതാണ് ആൻസർ വരുന്നത്. 17.6 into 10 raised to minus 10 കൂളമാണ്.